തിരുവനന്തപുരം മുതലപ്പൊഴിയിൽ കടലിൽ കാണാതായ അഞ്ചുതെങ്ങ് സ്വദേശി ഷിജിനു വേണ്ടിയുള്ള തെരച്ചിൽ തുടരുകയാണ്. മത്സ്യത്തൊഴിലാളികൾ തെരച്ചിലിന് ഇറങ്ങിയിട്ടുണ്ട്. അതേസമയം സ്കൂബ ഡ്രൈവർമാർ എത്തിയില്ല എന്ന പരാതി ബന്ധുക്കൾ ഉന്നയിക്കുന്നു. ഞങ്ങളെ ചോദിച്ച സ്കൂബ ടീമിനെ ഇവര് ഇപ്പോഴും വിളിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ് പറഞ്ഞത്. അവര് വിളിച്ച് ചോദിച്ചിട്ട് അവരവിടെ നിന്ന് ഇറങ്ങി ഇപ്പൊ ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ളതെന്ന് പറയുമ്പോൾ ഇവരിപ്പോ ഇന്ന് വന്നാലും അവർക്ക് ഇവിടെ കടലിറങ്ങാൻ പറ്റിയില്ലെങ്കിൽ അവർ ഇന്ന് സ്റ്റേ ചെയ്തിട്ട് നാളെ രാവിലെയെങ്കിലും അവർ ഇറങ്ങുമെന്നാണ് ഇതുവരെയും പറഞ്ഞിരിക്കുന്നത്. അവരെ ഓരോരുത്തരെയും വിളിച്ചുകൊണ്ടിരിക്കുന്നെന്ന് ഇവര് പറയുന്നുണ്ട്. ഉദ്യോഗസ്ഥരെല്ലാരും വിളിക്കുന്നുണ്ട് എന്ന് പറയുന്നു. ഇന്നലെ പറഞ്ഞതിന് വിപരീതമായിട്ടാണ് വിപരീതം എന്ന് പറയാനായിട്ട് അങ്ങനെ ഇല്ല. ഇവിടെ ഇറങ്ങുമെന്ന് പറഞ്ഞതാ. ഇതുവരെ ഇവിടെ ആരും വന്നിട്ടില്ല. അവര് പറഞ്ഞ ഇപ്പൊ വരുന്നതോ അങ്ങനെ പറയുന്നതല്ലാതെ ഞങ്ങൾ പറയുന്നതെന്ന് പറയുമ്പോഴത്തേക്ക് സ്കൂബ ടീമിനെ ഇറക്കണം. അപ്പൊ ഇവരിപ്പോഴും വിളിച്ചിട്ടുണ്ട്. പക്ഷെ സ്കൂബ ടീമിന്റെ കാര്യത്തിൽ മാത്രമേ ഒരു മിസ്റ്റേക്ക് പറ്റിയിട്ടുള്ളൂ. ഇവരാരെയും വിളിച്ചിട്ടില്ലായിരുന്നു. ഇവരാരെയും വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇവര് വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇവരുടെ കൂടെ ഇറങ്ങാനായിട്ട് ഒരു വള്ളം ഇവിടെ വന്ന് കിടന്നതാണ്. അപ്പൊ ഇപ്പൊ ഇവരാരും ഇറങ്ങാത്തോണ്ട് ഞങ്ങളുടെ വള്ളം ഇറക്കി ഞങ്ങൾ പോയിട്ടുണ്ട്. നിങ്ങൾ പോയി പരിശോധിക്കാൻ പോവാണോ? ഞങ്ങൾ ഇറങ്ങി പരിശോധിക്കാൻ പോവാണെന്നല്ല, ഞങ്ങൾ പരിശോധിച്ചുകൊണ്ടിരിക്കുവാണ്. അവരും ഉണ്ട്. ഇപ്പൊ താണ്ട് ഇവിടെ നിന്ന് ഇറങ്ങി വീണ്ടും. ഇപ്പൊ ഞങ്ങൾ 7 പേരുടെ ലിസ്റ്റില് കടലിൽ കുറച്ച് പേര് കിടപ്പുണ്ട്. ഇപ്പൊ ഞങ്ങൾ ഇവിടുന്ന് 3 പേര് അടുത്ത വള്ളത്തിൽ ഞങ്ങൾ പോയിട്ടുണ്ട്. നടക്കുന്നുണ്ട്. സ്കൂബ ടീം വന്നാലും ഇല്ലെങ്കിലും ഞങ്ങളുടേതായ തിരച്ചിൽ നടപ്പുണ്ട്. പിന്നെ ഞങ്ങൾക്കൊരു വിശ്വാസമുണ്ട്. ഞാൻ മന്ത്രി ഇന്നലെ പറഞ്ഞതുപോലെ ഞങ്ങൾക്ക് ആ സ്കൂബ ടീമിനെ ഇവിടെ കൊണ്ടുവന്ന് എത്തിച്ചു തരുമെന്ന് ഞങ്ങൾക്കൊരു വിശ്വാസമുണ്ട്. ഞങ്ങളത് നോക്കി നിൽക്കുന്നു. ഫുൾ ടൈം എല്ലാവരും തിരഞ്ഞുകൊണ്ടിരിക്കുക. നിങ്ങൾ എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുവല്ലേ. ഞങ്ങളുടെ ആൾക്കാർ തന്നെയാണ് ഇതിലെല്ലാവരും തിരഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഷിജിന്റെ കുടുംബാംഗങ്ങൾക്ക് കഴിഞ്ഞ ദിവസം മന്ത്രി CP ജോൺ ആയിരുന്നു ഇത് സംബന്ധിച്ച് ഉറപ്പ് നൽകിയത്. മത്സ്യത്തൊഴിലാളികളെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് രക്ഷാപ്രവർത്തനം ഊർജിതമാക്കുമെന്ന് ആ വാക്കുകൾ തന്നെയാണ് ഇപ്പോൾ കുടുംബം ആവർത്തിച്ചത്. എന്തായിരുന്നു ഇന്നലെ CP ജോൺ പറഞ്ഞത്? പത്നി ഷിജിനും ഇവിടെയുണ്ട്. അവരെല്ലാമായിട്ട് ഞങ്ങൾ സംസാരിക്കുമ്പോൾ നമ്മുടെ ഡെപ്യൂട്ടി കളക്ടറും ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ ഫിഷറീസ് ഡയറക്ടർ നമ്മോട് എത്തിച്ചേർന്നു. ഇവിടുത്തെ DD ഫിഷറീസിന്റെ DD ഇവിടെ ഉണ്ടായിരുന്നു. ഞങ്ങളെല്ലാം ആ കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. എത്തിച്ചേർന്ന ചില കാര്യങ്ങൾ നിങ്ങളോട് അറിയിക്കാനാണ് നിൽക്കുന്നത്. ഒന്ന്, ഒരു നിലയിലും നമ്മൾ അന്വേഷണം നിർത്തിവെക്കുന്നില്ല. ഷിജിന് വേണ്ടിയിട്ടുള്ള അന്വേഷണം നിർത്തിവെക്കുന്നില്ല എന്ന് മാത്രമല്ല, പൂർണ്ണമായ തൃപ്തിയോടുകൂടി കുടുംബത്തെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് അന്വേഷണം തുടരേണ്ട അത്രയും തുടരും എന്നതാണ് ഒന്നാമത്തെ തീരുമാനം. അതിനുവേണ്ടി കേവലം ഉദ്യോഗസ്ഥന്മാരെ മാത്രമല്ല, കടൽ പണി അറിയുന്ന, പ്രത്യേകിച്ചും മുതലപ്പൊഴിയിലെ കടൽ മനസ്സിലാക്കിയിട്ടുള്ള നല്ല കഴിവും ധൈര്യവും പ്രാപ്തിയുമുള്ള മത്സ്യത്തൊഴിലാളികളിൽ നിന്നും 10 പേരെ ബഹുമാനപ്പെട്ട അച്ഛനിവിടെ സെലക്ട് ചെയ്ത്, നിങ്ങൾ പറയുന്നതനുസരിച്ച് സെലക്ട് ചെയ്ത് തരുമ്പോൾ അവരെ കൂടി ഈ തെരച്ചിലിൽ നിങ്ങളുടെ പ്രതിനിധികളെന്ന നിലയിലും മറ്റേത് തെരച്ചിൽക്കാരെക്കാളും മിടുക്കന്മാരെന്ന നിലയിലും അവരെ താൽക്കാലികമായി കളക്ടറേറ്റിന്റെ രക്ഷാപ്രവർത്തനം ഇതാണ് മന്ത്രി ഇന്നലെ നൽകിയ ഉറപ്പ്. പക്ഷേ ഈ ഉറപ്പ് അത്രമേൽ പാലിക്കപ്പെടുന്നില്ല എന്ന ഒരു പ്രതികരണം തന്നെയാണ് ഇപ്പോൾ കുടുംബാംഗങ്ങളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ളത്. പ്രത്യേകിച്ച് സ്കൂബ ഡൈവർമാർ എത്തിയിട്ടില്ല എന്ന വിമർശനം അവർ ഉന്നയിക്കുന്നു. മത്സ്യത്തൊഴിലാളികൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള തെരച്ചിൽ ആരംഭിച്ചിട്ടുമുണ്ട് എന്നുള്ളതാണ്. VV അരുണാണ് ചേരുന്നത്. അരുൺ, വലിയ കാത്തിരിപ്പാണ്. എന്ത് സംഭവിച്ചു ഷിജിന് എന്നറിയാൻ ആ കുടുംബത്തിന് അത് നമുക്ക് വാക്കുകൾ കൊണ്ട് വിവരിക്കാൻ പറ്റുന്ന ഒന്നല്ല അവരുടെ മാനസികാവസ്ഥ എന്നത്. അവിടെയാണ് സർക്കാർ സംവിധാനങ്ങളെ ആശ്രയിക്കേണ്ടതായി വരുന്നത്. പക്ഷേ ഇപ്പോഴും ആ സർക്കാർ പൂർണ്ണമായും വാക്ക് പാലിക്കുന്നില്ല എന്ന് തന്നെയാണല്ലോ അവരുടെ പ്രതികരണങ്ങളിൽ നിന്ന് മനസ്സിലാക്കേണ്ടതായി വരുന്നത്. കുടുംബത്തെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകുമെന്ന് പറയുമ്പോൾ കുടുംബത്തിന് ഇപ്പോഴും ബോധ്യപ്പെട്ടിട്ടില്ലല്ലോ അരുൺ. അഭിലാഷ്, ഇന്ന് 9ാം ദിവസമാണ്. കഴിഞ്ഞ 31 വെള്ളിയാഴ്ച 8 മണിയോടുകൂടിയാണ് ഷിജിൻ ഉൾപ്പെട്ട സംഘം കടലിൽ വെച്ച് അപകടത്തിൽപ്പെടുന്നത്. അതിനുശേഷം ഇത്രയും ദിവസം ആ കുടുംബം കാത്തിരിക്കുന്നത് അദ്ദേഹം മടങ്ങി വരുന്ന പ്രതീക്ഷയുണ്ട്. പക്ഷേ പ്രതീക്ഷ നമുക്കറിയാം, 8 ദിവസം 9 ദിവസമൊക്കെ കടലിൽ കുടുങ്ങിക്കിടന്ന് രക്ഷപ്പെട്ട് വരാൻ അത്ര എളുപ്പമാണ്. പ്രത്യേകിച്ച് വളരെ മോശമായി കാലാവസ്ഥയിൽ അദ്ദേഹത്തിന് എന്ത് സംഭവിച്ചു എന്നറിയണം. അതിന് കൃത്യമായ സ്ഥിരീകരണം. അതിനുവേണ്ടിയാണ് ഈ കുടുംബം കാത്തിരിക്കുന്നത്. സർക്കാർ സംവിധാനങ്ങളുടെ ഭാഗത്ത് ആദ്യഘട്ടത്തിൽ വലിയ അലംഭാവം വന്നു എന്നുള്ളത് വ്യക്തമാണ്. ഫിഷറീസ് മന്ത്രി അവിടേക്ക് തിരിച്ചു നോക്കാത്തതിൽ വലിയ പ്രതിഷേധമുണ്ടായി. ഇന്നലെ ഏതായാലും മന്ത്രി CP ജോൺ ഉൾപ്പെടെയുള്ളവരുടെ പോയി മുഖ്യമന്ത്രി
നേരിട്ട് വിഷയത്തിൽ ഇടപെടുന്നുണ്ട്. പക്ഷേ ഇപ്പോഴും ആ കുടുംബത്തിൻ്റെ ആവശ്യം ഷിജിന് എന്ത് പറ്റി എന്നതിൽ ഒരു കൃത്യമായ ഉത്തരം നൽകാൻ സർക്കാർ സംവിധാനം കഴിയുന്നില്ല. നമ്മൾ കണ്ടതാണ് ഷിജിൻ്റെ കുടുംബം കൈക്കുഞ്ഞുങ്ങളുമായി പെരുമഴയത്ത് പെരുമാതുറ റോഡിൽ നിന്ന് സമരം ചെയ്തൊക്കെ നമ്മൾ കണ്ടതാണ്. നമുക്കറിയാം മുതലപ്പൊഴി സ്ഥിരം അപകടമായിരുന്നു. പക്ഷേ ഇപ്പോൾ ഈ കാലവർഷം കൂടിയാകുമ്പോൾ അത് ഒരു തരത്തിലും കടലിലേക്ക് പോകാൻ കഴിയാത്ത സാഹചര്യമുണ്ട്. ഈ നിർദ്ദേശങ്ങൾ അവഗണിച്ച് കടലിൽ പോകുന്നവരുമുണ്ട്. അവരുടെ ഉപജീവന മാർഗമാണ്. പക്ഷേ ഇത്രയധികം ദിവസം എടുത്തിട്ടും എന്ത് സംഭവിച്ചു, എന്തുകൊണ്ട് അദ്ദേഹം എവിടെയെന്ന് കണ്ടെത്താൻ കഴിയാത്ത വിമർശനമാണ് ആ കുടുംബത്തിന് പൊതുവിലുള്ളത്. ഇന്നലെ മന്ത്രി സി പി ജോൺ സന്ദർശിച്ച് പറഞ്ഞത് വിദഗ്ധരായ 10 കടൽ പണി അറിയുന്ന 10 മത്സ്യത്തൊഴിലാളികളെ ഉൾപ്പെടുത്തിക്കൊണ്ട് തിരച്ചിൽ നടത്തുമെന്നുള്ളതാണ്. ഏതായാലും അവർ ഇന്ന് രാവിലെ വന്നു. പക്ഷേ സർക്കാർ സംവിധാനങ്ങൾ, സ്കൂബ ടീം ഉൾപ്പെടെയുള്ള സർക്കാർ സംവിധാനം അവിടെ എത്തിയില്ല. അതിലാണ് ഇന്ന് രാവിലെ അവിടെ പ്രതിഷേധമുണ്ടായത്. ഈ സർക്കാർ സംവിധാനങ്ങൾ ഉണർന്നു വരുന്ന സമയം സ്വാഭാവികമായും ഈ താമസമാകാം. പക്ഷേ ആ കുടുംബത്തിന് അങ്ങനെ കാത്തിരിക്കാനാകില്ല. ഷിജിൻ്റെ സുഹൃത്തുക്കൾ അങ്ങനെ കാത്തിരിക്കാൻ കഴിയില്ല. അവർ ആ ജോലിയിലേക്ക് വളരെ വേഗത്തിൽ തന്നെ കടന്നു. സർക്കാരിൻ്റെ ഉറപ്പുകൾ ആദ്യം നൽകിയതുപോലെ ഉള്ള ഉറപ്പുകൾ ഇപ്പോൾ പാലിക്കപ്പെടുന്ന ഒരു വിമർശനമാണ് ആ വീട്ടുകാരിൽ നിന്ന്, കുടുംബാംഗങ്ങളിൽ, നാട്ടുകാരിൽ നിന്നൊക്കെ ഉയരുന്നത്. വലിയ വൈകാരിക വിഷയമാണ്. നമുക്കറിയാം ജീവിക്കാൻ വേണ്ടി കടലിൽ പോകുന്നവരാണ് അവർ. മരണം മുന്നിൽ കണ്ടു തന്നെയാണ് പോകുന്നത്. പക്ഷെ അപ്പോഴും അങ്ങനെ ഒരു അപകടമുണ്ടായാൽ അവരെ ആ ശരീരമെന്ന് തിരിച്ചെത്തിക്കാനുള്ള ഒരു സംവിധാനങ്ങൾ സർക്കാർ ഉണ്ടാക്കണമെന്ന ആവശ്യമാണ് അവിടെ നിന്ന് ഉയരുന്നത്. അതിലെ അമർഷമാണ് ഇങ്ങനെ ഈ പ്രതിഷേധ വാക്കുകളായി ഒരു ചെറിയ മഴയത്ത് പോലുമുള്ള സമരങ്ങളുമായും സർക്കാരിനെതിരെയുള്ള വിലാപങ്ങളുമായും ഒക്കെ മാറുന്നത്. യെസ്, അരുൺ സൂചിപ്പിക്കുന്ന പോലെ തന്നെ ഒരു കുടുംബത്തിൻ്റെ കാത്തിരിപ്പാണ് ഇപ്പോൾ എടുത്തു പറയേണ്ടതായി വരുന്നത്. അവർ സർക്കാർ സംവിധാനങ്ങളെ ആശ്രയിക്കേണ്ട സാഹചര്യമുണ്ട്. ഒപ്പം ആ കുടുംബം തന്നെ പറഞ്ഞത് ഞങ്ങളുടേതായ നിലയിൽ എല്ലാ തരത്തിലും അന്വേഷണം നടത്തുന്നുണ്ട് എന്നതാണ്. പക്ഷേ അവർക്ക് കൂടുതൽ സർക്കാർ സംവിധാനങ്ങൾ സഹായഹസ്തവുമായി എത്തേണ്ട സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.